റിട്ടയർമെൻറ്റ് പ്ലാനിങ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരുടെയും മനസ്സിൽ ഒരു കാര്യമേ ഉള്ളൂ. ഇപ്പോൾ എങ്ങനെ നമ്മൾക്ക് നന്നായിട്ട് റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാം, കുറേ പൈസ സമ്പാദിച്ച് റിട്ടയർഡായിട്ട് അങ്ങോട്ട് സുഖിക്കണം അല്ലേ? അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും 60കളിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം റിട്ടയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്, ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു ഇവൻ്റാണ്. അപ്പോൾ ചെറുപ്പക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ്, വയസ്സാകുമ്പോഴേക്കും റിട്ടയർഡ് ആകുമ്പോഴത്തേക്കും ഒരു വലിയൊരു റിട്ടയർമെൻറ്റ് കോർപ്പസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൻ്റെ കൺസെപ്റ്റാണ്. ഓക്കെ, സോ ഇതൊരു വൺ ഫിറ്റ് ഓൾ സ്ട്രാറ്റജി ആവണമെന്നില്ല. ഐ എം ജസ്റ്റ് ഷെയറിങ് വാട്ട് ഈസ് മൈ പ്ലാൻ, ഹൗ വുഡ് ഐ പ്ലാൻ. സോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് റിട്ടയർമെൻറ്റ് പ്ലാനിങ്. ഈ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൽ നമ്മൾ ചെയ്യാൻ ചാൻസ് ഉള്ള 2 മിസ്റ്റേക്സ് എന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ കുറച്ച് വൈകിട്ടായിരിക്കും ഇതിനെപ്പറ്റി ചിന്തിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, പ്രോപ്പർ അസറ്റ് അലോക്കേഷൻ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പണം എവിടെ നിക്ഷേപിക്കുന്നു എന്നതാണ് പണം എത്ര സമ്പാദിക്കുന്നു എന്നതിനേക്കാളും ഇമ്പോർട്ടൻറ്റ്. ഈ അസറ്റ് അലോക്കേഷൻ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. സാധാരണ നമ്മൾ എന്താണ് പറയുക, നമ്മളുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കണം, പ്രായം കൂടുന്ന സമയത്ത് റിസ്ക് കുറയ്ക്കുക. അപ്പം എന്താണ്, ഇക്വിറ്റീസിലുള്ള എക്സ്പോഷർ കുറച്ച് ഡെറ്റിൽ എക്സ്പോഷർ കൂട്ടുക എന്നൊക്കെയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അസറ്റ് അലോക്കേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ റിസ്ക് കേപ്പബിലിറ്റി ആണ്. അതായത് 20കളിൽ ഒട്ടും റിസ്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യം നമുക്ക് ഉണ്ടാവാം. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് റിസ്ക് കൂടിയ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുപോലെ 70കളിൽ ഒരാൾക്ക് വേണമെങ്കിൽ ഇക്വിറ്റിയിലെ എക്സ്പോഷർ കൂട്ടാം, അയാളുടെ റിസ്ക് കേപ്പബിലിറ്റി അനുസരിച്ചാണ്. ബാക്കി എല്ലാ രീതിയിലും ജീവിക്കാനുള്ള പൈസ അയാൾക്ക് ഉണ്ടെങ്കിൽ ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് എന്താ തെറ്റ്? അപ്പോൾ അസറ്റ് അലോക്കേഷൻ നമ്മളുടെ റിസ്ക് കേപ്പബിലിറ്റി അനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ റിസ്ക് കേപ്പബിലിറ്റി മനസ്സിലാക്കാനും ശരിയായ അസറ്റ്സ് തിരഞ്ഞെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എഫേർട്ട് നമ്മൾ എടുക്കണം. ദിസ് ഈസ് റിട്ടയർമെൻറ്റ് പ്ലാനിങ് അല്ലേ? ഏത് പണിയാലും പ്ലാൻ பண்ணണം. അപ്പം നമ്മളുടെ ഒരു എഫേർട്ട് ഉണ്ടാവണം, നല്ല ധൈര്യത്തോടെ ക്ഷമയോടെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആവണം. ഒരു ശ്ലോകം ഉണ്ടല്ലോ, ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധിശക്തി പരാക്രമം ഷഡതേ എത്ര വർത്തന്തേ തത്ര ദൈവം സഹായകൃതം. പഠിക്കണ്ട ചേച്ചി 12th വരെ സംസ്കൃതം പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഷോ ആണ് ഇപ്പോൾ കണ്ടത്. എനിക്ക് കുറേ ശ്ലോകങ്ങളൊക്കെ പണ്ട് ഇഷ്ടമാണ്, കുറേ മറന്നുപോയി. ഈ ശ്ലോകം വളരെ നല്ല ശ്ലോകമാണ്. അതായത് ഇതിലെന്താ പറയുന്നതെന്ന് അറിയോ? ഉദ്യമം, അതായത് ആ എഫേർട്ട്, ധീരത, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം. പരാക്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, കൂടുതൽ ചെയ്യാനുള്ള ഒരു ശ്രമം. ഓക്കെ, ഷഡതേ എത്ര വർത്തന്തി, അതായത് എവിടെയാണോ അത് വേഗം പ്രവർത്തിക്കുന്നത്, തത്ര ദൈവം സഹായകൃതം, അവിടെ ദൈവം സഹായിക്കാൻ എത്തുന്നതാണ്. ദൈവം എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ തന്നെ, നമ്മുടെ ഒരു ഹയർ ഇൻ്റലിജൻസ്. ഓക്കെ, നമ്മളുടെ ഒരു എന്താണ്, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങോട്ട് പ്രവർത്തിക്കും നമ്മളുടെ ഒരു സംഭവം. അപ്പോൾ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിന് ആദ്യം വേണ്ടത് പ്ലാൻ ചെയ്യണം, എഫേർട്ട് എടുക്കണം, പേഷ്യൻസ് വേണം, ധൈര്യം വേണം, എല്ലാം കൂടി സംയോജിപ്പിച്ച് അങ്ങോട്ട് വർക്ക് ചെയ്യുക. വർക്ക് ചെയ്യുമ്പോൾ ദൈവം സഹായിക്കാൻ എത്തും, അതായത് നമ്മൾ തന്നെ നമ്മളെ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യും. സോ ലെറ്റ് മീ ടോക്ക് അബൌട്ട് മൈ എഫേർട്ട്. എൻ്റെ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൽ എൻ്റെ എഫേർട്ട്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അത് എൻ്റെ കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഈ 20s 30s എനിക്ക് റിസ്ക് എടുക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ ഐ വോണ്ട് ടു ടേക്ക് മോർ റിസ്ക്. അപ്പോൾ 20s ഏർലി 30s ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഒരു എക്സ്പോഷർ ഈ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഫണ്ട്സിലായിരിക്കും നിക്ഷേപിക്കുക. നമ്മളിവിടെ മ്യൂച്വൽ ഫണ്ട്സ് വെച്ചിട്ടുള്ള റിട്ടയർമെൻറ്റ് പ്ലാനിങ് ആണ് പറയുന്നത്. പലർക്കും പേടിയാണ് സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ. പക്ഷെ നമ്മൾ എന്തിനാണ് പേടിക്കേണ്ട ആവശ്യം? നമ്മൾ ചെയ്യുന്നത് റിട്ടയർമെൻറ്റ് പ്ലാനിങ് ആണ്. അതായത് നമ്മൾ 60ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 50ാമത്തെ വയസ്സിൽ റിട്ടയർ ആവാനാണ് നമ്മളെ പ്ലാനെങ്കിൽ നമ്മൾ എന്തിനാണ് സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഇടാൻ പേടിക്കുന്നത് എന്നതാണ് ഞാൻ ചിന്തിക്കാറ്. കാരണം എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് താഴോട്ട് പോയാലും തിരിച്ച് കയറി വരാനുള്ള ടൈം ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പിൽ ഞാൻ കൂടുതൽ എക്സ്പോഷർ, ഒരു 80% എക്സ്പോഷർ അതിലേക്കാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രായത്തിൽ ഡെഫിനറ്റ്ലി ഞാൻ സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട്സിലായിരിക്കും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫണ്ടിൽ SIP വഴി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കോമ്പൗണ്ടിങ്ങും അതുപോലെ തന്നെ മാർക്കറ്റിലെ ഈ ഏറ്റക്കുറിച്ചുകളൊക്കെ മാനേജ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ നല്ലൊരു റിട്ടയർമെൻറ്റ് കോർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഫൗണ്ടേഷൻ എനിക്ക് ഈ 2 ഫണ്ട്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി 40s എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കുറച്ചും കൂടി സ്റ്റെബിലിറ്റി വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ എക്സ്പോഷർ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പോഷർ സ്മോൾ ക്യാപ്പിൽ നിന്നും മിഡ് ക്യാപ്പിൽ നിന്നും കുറച്ചിട്ട് അത് ഞാൻ ഫ്ലെക്സി ക്യാപ്പ് അതുപോലെ തന്നെ മൾട്ടി ക്യാപ്പ് ഫണ്ട്സിലേക്ക് നിക്ഷേപിക്കും. കാരണം എനിക്ക് വളർച്ച മാത്രം പോരാ, ഒരു ചെറുതായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി വേണം. കുറച്ച് റിസ്ക് ഞാൻ കുറക്കാണ്. അപ്പോൾ ഈ ഒരു ഫണ്ട്സ് അതിന് തന്നെ ഹെൽപ്പ് ചെയ്യും. ഇനി 50s 60s എത്തുമ്പം എൻ്റെ അസറ്റ് അലോക്കേഷനിൽ ഒരു പ്രധാന മാറ്റം എനിക്ക് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇത്രയും കാലം കൂട്ടി വെച്ച പണം പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് അവിടെ റിസ്ക് കുറച്ചും കൂടി കുറക്കണം എന്ന് വെച്ചിട്ട് എനിക്ക് എന്താണ് ഇതിൻ്റെ ഒരു വളർച്ച, ഇക്വിറ്റീൻ്റെ ഒരു എക്സ്പോഷർ വല്ലാണ്ട് അങ്ങ് ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല.
അതുകൊണ്ട് ആ ഒരു പ്രായത്തിൽ ഞാൻ ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ, അതുപോലെ തന്നെ ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ട്, ഇത്തരം ഫണ്ട്സിൽ നിക്ഷേപിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഹൈബ്രിഡ് ഫണ്ട്സ് ആണ്. ഈ ഹൈബ്രിഡ് ഫണ്ട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡെറ്റിലും എക്സ്പോഷർ ഉണ്ട്, അതുപോലെ തന്നെ ഇക്വിറ്റിയിലും എക്സ്പോഷർ ഉണ്ട്. അപ്പം കുറച്ച് ഏജ് ആകുമ്പോൾ ഹൈബ്രിഡ് ഫണ്ട്സിലേക്ക് സ്വിച്ച് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏർലി സ്റ്റേജിൽ നമ്മൾ ഹൈബ്രിഡ് ഫണ്ട്സിൽ നിക്ഷേപിക്കാണ്ട് ഇക്വിറ്റി ഫണ്ട്സ് തന്നെ തിരഞ്ഞെടുക്കാം. കാരണം വി ഹാവ് ഇനഫ് ടൈം, റൈറ്റ്? എന്തിനാ പേടിക്കുന്നത്? റിസ്ക് എടുക്കാനുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ടെങ്കിൽ വി ഡോണ്ട് നീഡ് ടു വെറി അബൌട്ട് ദാറ്റ് തിങ്. പക്ഷേ ഈ സ്മോൾ ക്യാപ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. യെസ്, ഓഫ് കോഴ്സ് റിസ്ക് ആണ്, പക്ഷേ റിട്ടേൺസും നമുക്ക് കൂടുതൽ കിട്ടും. നമ്മുടെ റിസ്ക് ടേക്കിംഗ് കേപ്പബിലിറ്റി അനുസരിച്ചാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ചെറുപ്പക്കാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, 20s ഏർലി 30s ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡു റിസർച്ച് അബൌട്ട് സ്മോൾ ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട്സ് ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഇനി 60 വയസ്സ് കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ഇനി പണിയൊന്നും എടുക്കുന്നില്ല, റിട്ടയർമെൻ്റ് ആണ് എൻ്റെ ലക്ഷ്യം, അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് പണം പിൻവലിച്ചിട്ട് ജീവിക്കണം. അപ്പോൾ ആ ടൈം എനിക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ആ ടൈമിൽ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഇക്വിറ്റി സേവിങ്സ് ഫണ്ടിൽ നിക്ഷേപിക്കാം എന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഇക്വിറ്റി സേവിങ്സ് എന്താണ്, ഡെറ്റിലും ഡെറിവേറ്റീവിലും അതുപോലെ തന്നെ സ്റ്റോക്സിലും ഒക്കെ നിക്ഷേപിക്കുന്ന ഒരു ഫണ്ടാണ്. ആർബിട്രാജ് ഫണ്ടും ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഇക്വിറ്റി ഫണ്ട്സ് ആർബിട്രാജ് ഫണ്ടിനേക്കാളും കുറച്ചും കൂടി റിട്ടേൺസ് തരും. ആൻഡ് അനദർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടാക്സ് ബെനിഫിറ്റ് ആണ്. അതായത് ഇത് ഇക്വിറ്റി ഫണ്ടിൻ്റെ അതേ ടാക്സേഷനാണ് വരിക. ഹൈ ടാക്സ് ബ്രാക്കറ്റുള്ള ഒരാൾക്ക് ഇപ്പോൾ ഡെറ്റ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെറ്റ് ഫണ്ടിൽ നിന്നുള്ള റിട്ടേൺസ് നമ്മൾ പിൻവലിക്കുന്ന സമയത്ത് അതിന് നമ്മൾ നമ്മുടെ ടാക്സ് ബ്രാക്കറ്റിനനുസരിച്ചുള്ള ടാക്സ് കൊടുക്കണം. ഇപ്പോൾ ഹൈ ടാക്സ് ബ്രാക്കറ്റിലുള്ള ഒരാൾക്ക് 30% ടാക്സ് കൊടുക്കണം. അപ്പോൾ 1 ലക്ഷം പിൻവലിച്ചു കഴിഞ്ഞാൽ 30,000 രൂപ ടാക്സ് കൊടുക്കണം. നേരെ മറിച്ച് ഇക്വിറ്റി സേവിങ്സ് ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ റിട്ടേൺസ് റിഡീം ചെയ്യുമ്പോൾ 1 ലക്ഷം പിൻവലിക്കുകയാണെങ്കിൽ എനിക്ക് ടാക്സ് 0 ആണ്. കാരണം 1,27,000 രൂപ വരെ ഒരു വർഷം നമുക്ക് ടാക്സ് ഇല്ലാണ്ട് ഇക്വിറ്റീസിൽ നിന്ന് പ്രോഫിറ്റ് റിയലൈസ് ചെയ്യാൻ പറ്റും. ഇനി അതിലും കൂടുതൽ ഞാൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് 30% ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ ലോങ് ടേമിൽ നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ, അതായത് ഒരു വർഷത്തിന് ശേഷം നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 12.5% ആണ്. അപ്പം 30% നിന്ന് എത്രയോ കുറവ്. ഇനി ഷോർട്ട് ടേം ആയിട്ട് പിൻവലിച്ചാലും 30% ഇല്ല, 20% ഉള്ളൂ. അപ്പോൾ ടാക്സ് ബെനിഫിറ്റും കൂടി മനസ്സിലാക്കിയിട്ടേ 60ാമത്തെ വയസ്സിൽ ഞാൻ ഫണ്ട്സ് തിരഞ്ഞെടുക്കുള്ളൂ. അപ്പോൾ ഇപ്പം എൻ്റെ മൈൻഡിൽ ഇക്വിറ്റി ഫണ്ട്സ് ആണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ റിട്ടയർമെൻറ്റ് പ്ലാനിങ് എൻ്റെ മൈൻഡിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. റിട്ടയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, നമ്മളുടെ പ്ലാനിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, നമ്മളുടെ പേഷ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, നമ്മളുടെ ആ സ്ട്രാറ്റജീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ആദ്യം സ്റ്റാർട്ട് ചെയ്യുക, റിസ്ക് എടുക്കുക, എന്നിട്ട് ഭാവി സുരക്ഷിതമാക്കുക. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എന്ത് ഫണ്ട്സ് ആഡ് ചെയ്താലും ഡെഫിനറ്റ്ലി നമ്മൾ ഒന്ന് റിവ്യൂ ചെയ്യണം. വൺസിൻ്റെ നിയറെങ്കിലും നമ്മൾ റിവ്യൂ ചെയ്തിട്ട് എന്തെങ്കിലും മാർക്കറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് നമ്മൾ മാറണം, റീബാലൻസ് ചെയ്യണം. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പ്ലാനിൽ നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? താഴെ നിങ്ങളുടെ പ്ലാൻ പറയൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മൾ 20s അല്ലെങ്കിൽ ഏർലി 30s സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പിൽ എക്സ്പോഷർ കൂട്ടണോ? അതുപോലെ തന്നെ 60s 70s നമ്മൾ ഇക്വിറ്റി എക്സ്പോഷർ കുറക്കണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.